Welcome to Beyond Tutoring, personalized learning for every student. Learn, grow, achieve. ഹലോ, ഇന്ന് നമുക്ക് കാണാം ഉണ്ണിയുടെ വിമാനയാത്ര. ഉണ്ണിയുടെ വിമാനയാത്രയിൽ ആദ്യം പറയുന്നത് വാരുളിയാളുമീ പാവ പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ. ഇവിടെ എന്താ പറയുന്നത്? വാരുളിയാളുമീ പാവ പരുന്തിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വിമാനം ഒരു പരുന്തായിട്ട് കാണുവാണ്. വിമാനവും പരുന്തും ഉണ്ണി വിമാനത്തിനെ ഒരു പരുന്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഉണ്ണി വിമാനത്തിലേക്ക് കയറുന്നത് ഒരു പരുന്തിൻ്റെ വായിലേക്ക് കയറുന്നതായിട്ടാണ് ഉണ്ണി പറയുന്നത്. അപ്പോൾ ഉണ്ണി വിമാനത്തിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ഉണ്ണിക്ക് അതെന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? So he is going to enter a eagle's mouth. So he is comparing that. ഉണ്ണി പറയാണ്, ഞാൻ വിമാനത്തിലേക്ക് കയറുന്നത് ഒരു പരുന്തിൻ്റെ വായിലേക്ക് കയറുന്നത് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് വാരുളിയാളുമീ പാവ പരുന്തിൻ്റെ. ഞാൻ ഈ പരുന്തിൻ്റെ വായിലേക്ക് കയറുന്നത് പോലെയാണ് എനിക്ക് വിമാനത്തിലേക്ക് കയറുന്നതായിട്ട് തോന്നുന്നത്. കൂറ്റൻ മരങ്ങൾക്കു മീതെയി താർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. അപ്പോൾ ഈ വിമാനം ബിഗ് ട്രീസിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. അതാണ് കൂറ്റൻ മരങ്ങൾക്കും ബിഗ് ട്രീസ്, ഹ്യൂജ് ട്രീസിൻ്റെ മുകളിലൂടെയാണ് ഈ വിമാനം കാറ്റിൽ പറക്കുകയാണെന്നാണ് ഉണ്ണി പറയുന്നത്. കൂറ്റൻ മരങ്ങളുടെ വെരി വെരി ലോങ് ആൻഡ് ഹ്യൂജ് ട്രീസിൻ്റെ മുകളിലൂടെ, ഓവർ ദാറ്റ് ട്രീസ് ദ പ്ലെയിൻ ഈസ് ഫ്ലൈയിങ് ത്രൂ ദ വിൻഡ്. ആ ഒരു കാറ്റിൽ ഇങ്ങനെ പറക്കുകയാണെന്നാണ് ഈ ഉണ്ണി എന്ന് പറഞ്ഞ കുട്ടി പറയുന്നത്. കുട്ടിക്ക് ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ വിമാനത്തിൽ കയറുന്നത്. അപ്പോൾ കുട്ടിക്ക് പേടിയായിട്ടുണ്ടാവാം. ആദ്യമായിട്ട് നമ്മൾ വിമാനം പറക്കുന്ന സമയത്ത് ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവത്തില്ലേ? അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരത്തില്ലേ? അതുപോലെ ഈ ഉണ്ണിക്ക് ഈ വിമാനത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കാം പോകുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് പറയാണ്, ഈ വീട്ടിൽ എത്തണ വരെ എന്നെ ഇങ്ങനെ മുറുക്കെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരുത്താവോ? എനിക്ക് പേടിയാവണ്ടായിരിക്കാം ഉണ്ണിക്ക്. ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നത് കൊണ്ട് ഉണ്ണിക്ക് പേടിയായിട്ടുണ്ടാവാം. അപ്പോൾ ഉണ്ണി അമ്മയുടെ അടുത്ത് പറയാണ്, പിന്നെയും വീട്ടിലേക്കെത്തും വരയ്ക്കമ്മ എന്നെ മടിയിലിരുത്തു. അമ്മയുടെ മടിയിൽ എന്നെ ഇരുത്താവോ എത്തണ വരെ? എനിക്ക് പേടിയാവുന്നുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ഉണ്ണി അവിടെ പറയുന്നത്, പേടിയായിട്ട് അമ്മ എന്നെ മടിയിൽ ഇരുത്താവോ വീട്ടിലെത്തണ വരെ? അത് കഴിഞ്ഞ് പറയുന്നത് എന്താ? വിമാനം ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ബാക്കിലുള്ളതെല്ലാം ഒരു ഷെയ്ഡായിട്ടാണ് കാണുന്നുള്ളൂ. അതൊക്കെ ഡിസപ്പിയേർഡ് ആവും. ബാക്കിലുള്ള കാര്യങ്ങളെല്ലാം ഡിസപ്പിയേർഡ് ആവും. അപ്പോൾ ഉണ്ണി എന്താ പറയുന്നത്? ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. അത് ബിഫോർ കണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫെയ്ഡായിട്ട് വരുവാണ്. അപ്പോൾ ഉണ്ണി പറയാണ്, ഇത്തിരി മുമ്പ് നാം കണ്ട കാര്യങ്ങളൊക്കെ ഫെയ്ഡായിട്ട് ഒരു ചിത്രം പോലെ ഫെയ്ഡായിട്ട് വരുവാണ്. ഒരു പിക്ചർ പോലെ ഫെയ്ഡായിട്ട് വരുവാണ്. ബിഫോർ വാട്ട് വി സോ that things are getting അത് എങ്ങനെ ഫെയ്ഡായിട്ട് വരുവാണ്. അതാണ് ഉണ്ണി പറയുന്നത്. ഇത്തിരി മുമ്പ് നാം കണ്ട നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. അതെല്ലാം ഒരു ഫെയ്ഡായിട്ട് വരുവാണെന്നാണ് ഉണ്ണി പറയുന്നത്. അപ്പം ഉണ്ണി താഴോട്ട് നോക്കാൻ നേരത്തെ എന്താ കാണുന്നത്? കാർസും. താഴോട്ട് നോക്കാൻ നേരത്തെ ഗ്രൗണ്ടിൽ കാറ് കാണാൻ പറ്റും, പീപ്പിൾ വാക്കിംഗ് ഹി ക്യാൻ സീ. അപ്പം അതൊക്കെ എന്താ?
ഉണ്ണിക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വിമാനം പോകുന്ന കുറേ ഹൈറ്റിലല്ലേ പോകുന്നത്. അപ്പോൾ താഴെ ഗ്രൗണ്ടിൽ നടക്കുന്ന കാറ് മൂവ് ചെയ്യുന്നതിൻ്റെയും പീപ്പിൾ വാക്കിംഗ് അവരൊക്കെ മിണ്ടുന്നതിൻ്റെയൊക്കെ സംസാരിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുമോ? സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്ലെയിനിൽ പോകുമ്പോൾ താഴെ എന്താ നടക്കുന്നത്, ഗ്രൗണ്ടിൽ കാറ് പോകുന്നതിൻ്റെയും ആംബുലൻസ് പോകുന്നതിൻ്റെയും ഫയർ ട്രക്ക് പോകുന്നതിൻ്റെയൊക്കെ സൗണ്ട് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉണ്ണിക്ക് അത് എന്തായിട്ടാ തോന്നുന്നത്? കാറും ആൾക്കാരൊക്കെ സൈലന്റ് ആയിട്ടാണ് പോകുന്നത്. അവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നടന്ന് പോവാണ്. കാറൊക്കെ ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ പോവാന്നാണ് ഉണ്ണി വിചാരിക്കുന്നത്. അതെന്തായിരിക്കോ അവിടെ സൗണ്ട് ഒന്നും ഇല്ലാതെ കാറൊക്കെ പോകുന്നേ? എന്തായിരിക്കോ ആൾക്കാരൊന്നും മിണ്ടാതെ പോകുന്നേ? അതാണ് ഉണ്ണി വിചാരിക്കുന്നത്. ഉണ്ണി പ്ലെയിനിൽ ഭയങ്കര പൊക്കത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാറൊക്കെ പോകുന്നുണ്ട്, ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട്, ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതെന്താ, ഒന്നിനൊരു സൗണ്ട് ഇല്ലല്ലോ. എല്ലാം സൈലന്റ് ആയിട്ട് നിശബ്ദമായി എങ്ങ് പായുന്ന കാറുകൾ. അതെന്താ എല്ലാം സൈലന്റ് ആയിട്ട് പോകുന്നേ? ഒരു ഹോണിന്റെ സൗണ്ട് പോലും കേൾക്കുന്നില്ലല്ലോ. ആൾക്കാരൊക്കെ എന്താ മിണ്ടാതെ പോകുന്നേ? വൈ ദേ ആർ നോട്ട് സ്പീക്കിംഗ്, വൈ ദേ ആർ ഗോയിങ് സൈലന്റ്ലി? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നേ? ബിക്കോസ് വിമാനത്തിൽ അത്രയും പൊക്കത്തിൽ നമുക്ക് ഒന്നിൻ്റെ സൗണ്ട് കേൾക്കത്തില്ല അല്ലേ? ഒന്നിൻ്റെ സൗണ്ട് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഉണ്ണിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഉണ്ണിക്ക് താഴോട്ട് നോക്കാൻ നേരത്ത്, ഗ്രൗണ്ടിലേക്ക് നോക്കാൻ നേരത്ത്, ഈ ഭൂമിയിലേക്ക് നോക്കാൻ നേരത്ത് എന്താ തോന്നുന്നത്? നമ്മൾ ടോയ്സ് ഒക്കെ വലിച്ചു വാരി ഇടാറില്ലേ റൂമിൽ? ഈ ഭൂമി ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വിതറിയിട്ടേക്കണ പോലെയാണ് ഉണ്ണിക്ക് മുകളിൽ നിന്ന് ഈ താഴേട്ട് നോക്കുമ്പോൾ, ഭൂമിയിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. നമ്മുടെ റൂംസിലൊക്കെ നമ്മളിങ്ങനെ ടോയ്സ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടും. അതുപോലെയാണ് ഈ ഉണ്ണിക്ക് ഭൂമിയിലേക്ക് താഴേട്ട് നോക്കുമ്പോൾ ഭൂമിക്ക് തോന്നിയത് നമ്മൾ ടോയ്സ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇടുന്നത് പോലെയാണ്. കളിക്കോപ്പുകൾ എന്ന് പറഞ്ഞാൽ ടോയ്സ് ഇങ്ങനെ ചിന്നിച്ചിതറി ഇങ്ങനെ എല്ലായിടത്തേക്കിടെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഇടുന്ന പോലെയാണ് ഈ ഉണ്ണിക്ക് വിമാനത്തിൽ നിന്ന് താഴേട്ട് നോക്കുമ്പോൾ, ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ടോയ്സ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഇടണ പോലെയാണ് തോന്നിയത്. വിമാനത്തിൽ നിന്ന് ഉണ്ണി താഴേട്ട് നോക്കുമ്പോൾ ഭൂമി ചിന്നിച്ചിതറിയ കളിക്കോപ്പുകൾ പോലെയാണ്. അതായത് നമ്മൾ ടോയ്സ് ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന പോലെയാണ് ഉണ്ണിക്ക് ആ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, താഴോട്ട് നോക്കുമ്പോൾ ഭൂമി അങ്ങനെയാണ് തോന്നുന്നത്. ടോയ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ അവിടെ ഇവിടെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഇടണ പോലെയാണ് ഉണ്ണിക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ നമുക്കിങ്ങനെ ഈ ഡ്രോപ്സ് ലീവ്സിൽ ഇങ്ങനെ എന്താ റെയിൻ ഡ്രോപ്സിൻ്റെ കളർ എന്താ? വെള്ളി കളറ്. നമ്മളുടെ പാദസരവും സിൽവർ സ്പൂൺസ് ഒക്കെ ഉണ്ടല്ലോ, സ്പൂൺസിൻ്റെ ഒക്കെ കളർ എന്താ? വെള്ളി. ആ ഒരു കളർ വെള്ളി. അപ്പോൾ ഈ നമ്മളുടെ ഈ റെയിൻ ഡ്രോപ്സിൻ്റെ കളർ എന്താ? വെള്ളി. ഒരു സിൽവർ കളറല്ലേ, തൂവെള്ളി. അപ്പോൾ ഈ ലീവ്സിലൊക്കെ ഈ റെയിൻ ഡ്രോപ്സ് വന്ന് വീഴുന്നതിന് ഇതാണ് പറയുന്നത്. അതെന്താ? ഈ സിൽവർ കളറിലുള്ള വാട്ടർ വീഴുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ റെയിൻ ഡ്രോപ്സ് ഈ തൂവെള്ളി റെയിൻ ഡ്രോപ്സ് ഒക്കെ ഈ ലീവ്സിൽ വീഴുന്നുണ്ടോ? പച്ചപ്പിൻ ഈ ലീവ്സിലൊക്കെ പച്ച കളറിലുള്ള, ഗ്രീൻ കളറിലുള്ള ലീവ്സിലൊക്കെ ഈ സിൽവർ കളറിലുള്ള റെയിൻ ഡ്രോപ്സ് വീഴുന്നുണ്ടോ? റെയിൻ ഡ്രോപ്സിൻ്റെ കളർ എന്താ? സിൽവർ ആയിട്ടാണ്. ഏകദേശം ഒരു സിൽവർ കളറല്ലേ. അപ്പോൾ സിൽവർ ഡ്രോപ്സ് ഒക്കെ ലീവ്സിൽ വീഴുന്നുണ്ടോ? നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ അത്രയും ഹൈറ്റ്സിൽ പോകുമ്പോൾ
നമ്മൾ ലീവ്സിലൊക്കെ ഈ വാട്ടർ ഡ്രോപ്സ്, സിൽവർ കളറിലുള്ള വാട്ടർ ഡ്രോപ്സ് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ആൾക്കാരൊക്കെ നടക്കുന്നതായിട്ട് ജസ്റ്റ് കാണാനും പറ്റത്തില്ല, എന്തൊക്കെയോ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ അല്ലേ? നമുക്ക് ഈ വിമാനത്തിലിരിക്കുമ്പോൾ എന്താ കാണുന്നത്? ഒള്ളി ക്ലൗഡ്സ് മാത്രമാണ് കാണുന്നത്. അപ്പൊ ഈ ക്ലൗഡ്സ് എങ്ങനെയായിട്ടാണ് ഉണ്ണിക്ക് തോന്നുന്നത്? കുന്നായിട്ട് കണ്ടോ? ഓരോ കുന്നായിട്ട് നമുക്കിങ്ങനെ ഓരോ കുന്നായിട്ട് ഇങ്ങനെ മേഘത്തിന്റെ മാല അല്ലേ? ഓരോ മാല പോലെ, ഇതൊരു മാലയായിട്ട് നമുക്ക് കുന്നായിട്ട് ഇങ്ങനെ ഒരു മാല പോലെ വെണ്മയും കണ്ടോ, വൈറ്റ് കളറും ബ്ലൂ കളറും മാത്രമേ ഉള്ളൂ ഈ സ്കൈലിൽ. അപ്പോൾ നമ്മൾ ഈ പ്ലെയിനിൽ പോകുമ്പോൾ നമ്മൾ കൂടി എന്താ കാണുന്നത്? ഈ ക്ലൗഡ്സ് എങ്ങനെയാ? മലയുടെ കൂട്ട് കുന്നായിട്ട് ഒരു മാലയുടെ കൂട്ട്, മേഘമാല. അപ്പൊ ഇതെന്താ? ഇത് ക്ലൗഡ്സിന്റെ. അപ്പൊ നമ്മൾ എന്താ പറയണേ? മേഘമാല മാത്രമാണ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ വിമാനത്തിൽ പോകുമ്പോൾ കൂടി എന്ത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ? കുന്നായിട്ട് മേഘമാല, മുകിൽ എന്ന് പറഞ്ഞ ക്ലൗഡ്സ്. അപ്പൊ ക്ലൗഡ്സിന്റെ കുന്നായിട്ടുള്ള മേഘമാല, അത് ഒരു ബീഡ്സ്, ഒരു മേഘമാല പോലെ ഇങ്ങനെ മാത്രമാണ് നമുക്ക് വിമാനത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ കൂടി കാണുന്ന കളറ് വൈറ്റ് കളറും കാണാൻ പറ്റും, സ്കൈയുടെ ബ്ലൂ കളറും കാണാൻ പറ്റും. അത് മാത്രമാണ് കൂടി നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നാണ് ഉണ്ണി പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്കൈയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജീവിനെ പോലും നമുക്ക് ഈ ഒന്നും കാണാൻ പറ്റത്തില്ല. ആകാശത്ത് ഒന്നുമില്ല. കൂടി എന്താ ഉള്ളേ? നമുക്കൊരു ക്ലൗഡ്സ് മാത്രം കാണാൻ പറ്റുള്ളൂ. ക്ലൗഡ്സിന്റെ ഇങ്ങനെ മാല പോലെ കുന്നായിട്ട് ഇങ്ങനെ മാല പോലെ ഉള്ള മേഘങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് വണ്ടികൾ പോകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, ആൾക്കാരുടെ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, കിളികൾ പാട്ട് പാടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ആകെ കൂടി കേൾക്കാൻ പറ്റുന്നത് ഈ വിമാനം പോകുന്നതിന്റെ ചിറകിന്റെ സൗണ്ട് മാത്രം ഉണ്ണിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിക്ക് പാടാൻ തോന്നുവാണ്. കൂടി ഉണ്ണി കേൾക്കുന്നത് എന്താ? ഈ വിമാനത്തിന്റെ സൗണ്ട്. ഫുൾ സൈലൻസ് ആണ്. ഇപ്പൊ ഉണ്ണിക്ക് ബോറടിക്കുക. അങ്ങനെ നമുക്ക് കുറച്ചു നേരം ഒന്നും എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ എന്താ, നമുക്ക് ബോറടിക്കും എന്ന് പറയത്തില്ലേ? അപ്പൊ ഉണ്ണിക്ക് എന്താ, അവിടെ ഒന്നും കാണാനില്ല. ആകെ കൂടി ക്ലൗഡ്സും പിന്നെന്താ, സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഈ വിമാനത്തിന്റെ ചിറകിന്റെ സൗണ്ട് മാത്രം കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഒരു സ്മെല്ലില്ല, ഒന്നുമില്ല. ആകെ കൂടി എന്താ, വിമാനത്തിന്റെ ഈ ചിറകിന്റെ അത് മൂവ് ചെയ്യണതിന്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉണ്ണിക്ക് എന്താ തോന്നുന്നത്? എനിക്കൊരു പാട്ട് പാടാം, ഒച്ചത്തിൽ ഒരു പാട്ട് പാടാന്ന് ഉണ്ണിക്ക് തോന്നുക. അപ്പൊ ഉണ്ണിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഒരു പറവ ആകാശത്തിലേക്ക് പറന്നു ഉയരുമ്പോൾ എന്തിനെങ്ങനെ പാടുന്നതെന്ന് ഉണ്ണിക്ക് മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും? ഉയരത്തിലേക്ക് പറക്കുമ്പോൾ വേറെ സൗണ്ട് ഒന്നുമില്ല. ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നില്ല, വണ്ടികളുടെ സൗണ്ട് കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ എന്താ, ആകെക്കൂടി ചിറകിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഉണ്ണിക്ക് എന്താ മനസ്സിലായേ? എന്തുകൊണ്ടായിരിക്കാം ഒരു പറവ ആകാശത്തിലേക്ക് പറന്നുയരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും പാടുന്നത്? അതിന് വേറെ സൗണ്ട് ഒന്നും കേൾക്കാത്ത കാരണം അത് എൻഗേജ്ഡ് സന്തോഷം കൊണ്ട് ചിലപ്പോൾ പാടുന്നതായിരിക്കാം. വേറെ സൗണ്ട് ഒന്നും ഇല്ലാത്ത കാരണം ആ പറവ പാടുന്നതായിരിക്കാം എന്ന് ഉണ്ണിക്ക് മനസ്സിലായി. പിന്നെ ഉണ്ണി താഴെ നിന്ന് നോക്കുമ്പോൾ എന്താ, കുറെ ആൾക്കാരൊക്കെ വീട്ടുമുറ്റത്ത് ആളുകൾ വിമാനത്തിലേക്ക് നോക്കി നിൽക്കുന്നത് ഉണ്ണിക്ക് കാണാൻ പറ്റും. അതിൽ ഉണ്ണി എന്താ, ഒരു കുഞ്ഞു കുട്ടിയുടെ കൈവിരല് വിമാനത്തിലേക്ക് ചൂണ്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു കുഞ്ഞു കുട്ടിയുടെ പിഞ്ചുകൈ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയുടെ കൈ അതിലേക്ക് വിമാനത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുക.
അതും ഉണ്ണിക്ക് കാണാൻ പറ്റും. ആ കുട്ടി എന്തായിരിക്കും, ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്കും ആ വിമാനത്തിൽ കയറണമെന്നുള്ളൊരു ആഗ്രഹം ആ കുട്ടിക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഉണ്ണി വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ വിമാനം പോകുന്നത് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വീട്ടുമുറ്റത്ത് നോക്കി വിമാനത്തിലേക്ക് നോക്കി നിൽക്കുക. നമ്മൾ നോക്കാറില്ലേ, ഈ എയറോപ്ലെയിൻ സ്കൈയിൽ പോകാൻ നേരത്ത് നമ്മൾ വീട്ടുമുറ്റത്ത് ഇറങ്ങി ഓടി നോക്കും. അതുപോലെ വീട്ടുമുറ്റത്ത് ആൾക്കാർ ഇങ്ങനെ പ്ലെയിൻ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കാം. അപ്പം അതിൽ ഒരു കുഞ്ഞു കൈ വിമാനത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാകുമായിരിക്കും, എനിക്കും വിമാനത്തിൽ കയറണമെന്ന്. അപ്പോൾ അന്തിക്ക് വാനിൻ്റെ വക്കത്ത് നിൽക്കുന്ന ചെന്തിയുടുപ്പിട്ട സൂര്യൻ, അതായത് നമുക്ക് ഈവനിങ് ആകുമ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുന്ന സ്കൈയുടെ ആകാശത്തിൻ്റെ ഒരു വക്കത്ത് എന്ത് കളറിലാ, ചുവന്ന റെഡ് കളറിൽ ചുവന്ന തീ, ചെന്തിയുടുപ്പിട്ട, അതായത് സൂര്യൻ ഈവനിങ്ങിലെ സണ്ണിൻ്റെ കളർ എന്താ, വാട്ട് ഈസ് ദ കളർ ഓഫ് സൺ ഡ്യൂറിങ് ദ ഈവനിങ് ടൈം? ഒരു തീയുടെ കളറാ, ഒരു ഫയറിൻ്റെ കളറാ. അപ്പം ഫയറിൻ്റെ റെഡ് കളറ്, തീയുടെ കളറുള്ള ചുവന്ന തീ പോലെ, അതാണ് ചെന്തിയുടുപ്പിട്ട. എന്തുടുപ്പ സൂര്യൻ ഇട്ടെന്ന ഉണ്ണി പറയുന്ന തീയുടെ കളറിലുള്ള ചുവന്ന, അപ്പൊ ചുവന്ന തീയുടെ കളറിലുള്ള ഉടുപ്പിട്ട സൂര്യനെ ആകാശത്ത് ഉണ്ണിക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ സൂര്യൻ എന്ത് കളറാ ഉടുപ്പിട്ടേക്കുന്ന, ചുവന്ന തീ പോലത്തെ ഉടുപ്പ് ധരിച്ച സൂര്യനെ ആകാശത്തിൻ്റെ ഒരു സൈഡിൽ ഉണ്ണിക്ക് കാണാൻ പറ്റുമെന്നാണ് ഉണ്ണി പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലെയിനിൽ പോകുമ്പോൾ അത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. നേരത്തേക്കായും ആ ഒരു കാഴ്ചയ്ക്ക് നേരത്തേനേക്കായും ഭംഗിയും വലിപ്പമായിട്ടാണ് ഉണ്ണിക്ക് തോന്നുന്നത്. നമുക്ക് താഴെ ഇരുന്ന് നോക്കുമ്പോൾ അത്രയും ഭംഗിയും അത്രയും ലാർജായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ പ്ലെയിനിൽ പോകുമ്പോൾ ഉണ്ണിക്ക് അത് നല്ല ഭംഗിയായിട്ടും നല്ല വലിപ്പമായിട്ടാണ് ഉണ്ണിക്കത്. ഉണ്ണി അത് കഴിഞ്ഞിട്ട് അമ്മയോട് പറയാ, അമ്മ ദേ കണ്ടോ, ആകാശത്ത് ചുവന്ന തീയുടെ ഉടുപ്പിട്ട സൂര്യനെ കണ്ടോ, അതിന് എന്ത് ഭംഗിയാണ്, എന്ത് വലിപ്പാണെന്ന് അമ്മയുടെ അടുത്ത് ഉണ്ണി പറയാണ്. അപ്പൊ സന്ധ്യ സമയത്ത് ആകാശത്തിന്റെ ഒരു സൈഡില് ചുവന്ന തീ പോലെ തോന്നിക്കുന്ന ഉടുപ്പ്, ചുവന്ന തീയുടെ കളറിന്റെ ഉള്ള ഉടുപ്പിട്ടിട്ട് സൺ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഉണ്ണി പറയുന്നത്. ആ ഒരു സണ്ണിന് പ്ലെയിനിൽ കയറുമ്പോൾ, വിമാനത്തിൽ കയറുമ്പോൾ മുമ്പത്തേനേക്കാളൊക്കെ നല്ല ഭംഗിയും വലിപ്പവും ഉള്ളതായിട്ട് ഉണ്ണി അമ്മേനോട് പറയാം. അപ്പോൾ ഇങ്ങനെ പോകാൻ നേരത്ത് ഇങ്ങനെ ഈവനിങ് കഴിഞ്ഞു, പിന്നെ നൈറ്റ് ആവാൻ പോവാ. അപ്പോൾ നൈറ്റ് ആവാൻ പോകുമ്പോൾ എന്താ, ഡാർക്ക് ക്ലൗഡ്സ്. അപ്പോൾ നൈറ്റിൽ നമുക്ക് വൈറ്റ് കളർ ക്ലൗഡ്സ് കാണാൻ പറ്റുമോ? ഡാർക്ക് കളർ ക്ലൗഡ്സ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ ഡാർക്ക് കളർ ക്ലൗഡ്സ് ഇങ്ങനെ അപ്പോൾ ഉണ്ണി പറയാം, ഈ ഡാർക്ക് കളേർഡ് ക്ലൗഡ്സ് ഒക്കെ ഒരു ഷിപ്പിൻ്റെ പോലെ, ഒരു കപ്പൽ പോലെ, കറുത്ത മേഘ കപ്പൽ. അപ്പോൾ ഈ കറുത്ത മേഘം ഒരു കറുത്ത മേഘ കപ്പലായിട്ടാണ് ഉണ്ണി പറയുന്നത്. രാത്രിയായപ്പോൾ ഈ ഡാർക്ക് കളേർഡ് ക്ലൗഡ്സിനെ കറുത്ത മേഘ കപ്പലായിട്ടാണ് ഉണ്ണി പറയുന്നത്. ഈ കപ്പൽ എന്താ, ഉണ്ണി പറയാണ്, ഈ നൈറ്റ് ആയപ്പോൾ ഈ കറുത്ത മേഘ കപ്പല് ആകാശത്തേക്കൂടെ ഇങ്ങനെ നീന്തുന്നതായിട്ടാണ് ഉണ്ണിക്ക് തോന്നുന്നത്. അപ്പൊ ഈ നക്ഷത്രങ്ങളൊക്കെ എന്താ, ഈ കപ്പലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പൊ രാത്രിയാവാറായി. അപ്പൊ രാത്രിയാവാറായപ്പോൾ എന്താ, വൈറ്റ് കളർ ക്ലൗഡ്സ് ഒന്നും നമുക്ക് രാത്രിയിൽ കാണാൻ പറ്റത്തില്ല. നമുക്ക് എന്താ കാണുന്നത്, ഡാർക്ക് കളേർഡ് ക്ലൗഡ്സ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഉണ്ണി പറയാണ്, രാത്രിയായപ്പോൾ കറുത്ത
മേഘങ്ങൾ. അപ്പോൾ കറുത്ത മേഘങ്ങൾ ഷിപ്പിൻ്റെ കൂട്ട്, കപ്പലിൻ്റെ കൂട്ട് ഇങ്ങനെ വെള്ളത്തിൽ നീന്തണ പോലെ ഉണ്ണിക്ക് ഈ സ്കൈക്കിടെ നീന്തുന്നതായിട്ടാണ് ഉണ്ണിക്ക് തോന്നുന്നത്. എന്നിട്ട് നക്ഷത്രങ്ങളൊക്കെ ഈ ക്ലൗഡ്സിനെ ഇങ്ങനെ ഈ കറുത്ത മേഘക്കപ്പൽ ഇങ്ങനെ നീന്തുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. കറുത്ത മേഘക്കപ്പൽ ഇങ്ങനെ സ്കൈക്കിടെ നീന്തി പോകുന്നത് ഇങ്ങനെ നക്ഷത്രങ്ങളെല്ലാം നോക്കിയിരിക്കുവാണ് ഈ സ്കൈ ഇങ്ങനെ നീന്തി പോകുന്നത്. അപ്പോൾ ഉണ്ണി താഴോട്ട് നോക്കുമ്പോൾ എന്താ? താഴോട്ട് നോക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സ് കാണാൻ പറ്റും അല്ലേ? രാത്രി എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുമോ? സ്ട്രീറ്റ് ലൈറ്റ്സ് ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്കൊരു മൊട്ടായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. മൊട്ടുകൾ, പൂവിൻ്റെ മൊട്ട് വിരിഞ്ഞു വരുന്ന പോലെ. അപ്പോൾ സന്ധ്യ ആവാറാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് ടേൺ ഓൺ ചെയ്യും. അപ്പോൾ ഉണ്ണിക്ക് എന്താ തോന്നുന്നത്? ഇങ്ങനെ പൂവിൻ്റെ മൊട്ട് വിരിഞ്ഞു വരുന്ന പോലെ ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതായിട്ടാണ് ഉണ്ണിക്ക് തോന്നുന്നത്. സ്ട്രീറ്റ് ലൈറ്റ്സ് പൂവിൻ്റെ മൊട്ട് വിരിഞ്ഞതുപോലെ വിരിഞ്ഞു വരുന്നതായിട്ടാണ് ഉണ്ണിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.